നമസ്കാരം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കേണ്ട കവറുകളും രേഖകളും. പോളിംഗ് കഴിഞ്ഞ് കളക്ഷൻ സെൻറ്ററുകളിൽ തിരിച്ചേൽപ്പിക്കേണ്ട 6 മാസ്റ്റർ കവറുകളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. സ്ക്രീനിൽ കാണുന്ന 9 കവറുകളിൽ പുറത്ത് പോളിംഗ് ഏജൻറ്റുമാരെ ഒപ്പുവെക്കാൻ അനുവദിക്കണം. ഒപ്പിന് പുറമെ പേരും സീലും വെക്കാവുന്നതാണ്. മാർക്ക്ഡ് കോപ്പിയുടെ കവർ, അതുപോലെ തന്നെ 17A രജിസ്റ്റർ, യൂസ് ചെയ്ത വോട്ടർ സ്ലിപ്പുകൾ, അതുപോലെ യൂസ് ചെയ്ത ടെൻഡേഡ് ബാലറ്റ്, അതുപോലെ 17B, ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട്സിൻ്റെ കവർ, അതുപോലെ യൂസ് ചെയ്യാത്തതും ഡാമേജ് ആയതുമായ പേപ്പർ സീലുകളുടെ കവർ, ഫോം നമ്പർ 10-ലുള്ള പോളിംഗ് ഏജൻറ്റുമാരുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റേഴ്സ് അടങ്ങുന്ന കവർ, അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ പ്രത്യേകമായി നിർദ്ദേശിക്കുന്ന വല്ല കവറുകളുമുണ്ടെങ്കിൽ അവ. പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കേണ്ട പ്രധാന രേഖകൾ. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡിക്ലറേഷൻ 4 ഘട്ടങ്ങളിലായാണ് ഇവ ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ട്, കമൻസ്മെൻറ്റ് ഓഫ് പോൾ. പോളിംഗ് തുടങ്ങുന്ന അവസരത്തിൽ ഒരു ഡിക്ലറേഷനുണ്ട്. അതിൽ ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. ഒപ്പുവെക്കാൻ വിസമ്മതിക്കുന്ന ഏജൻറ്റുമാരുടെ പേരും കാൻഡിഡേറ്റിൻ്റെ പേരും പ്രിസൈഡിംഗ് ഓഫീസർ എഴുതി ചേർക്കേണ്ടതാണ്. പോളിംഗിനിടയിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT മെഷീൻ എന്നിവ ഏതെങ്കിലും തകരാറാവുകയാണെങ്കിൽ ആ സന്ദർഭത്തിലും ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അവിടെ പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. പോളിംഗ് ക്ലോസ് ചെയ്യുന്ന അവസരത്തിലാണ് അതിൻ്റെ 3ാമത്തെ പാർട്ട്. അതിനകത്തും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. പോൾ ക്ലോസ് ചെയ്തതിനു ശേഷം സീലിങ്ങുകളൊക്കെ കഴിഞ്ഞുള്ള ഡിക്ലറേഷൻ, അവസാനത്തെ ഡിക്ലറേഷൻ പാർട്ട് 4, അതിനകത്തും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കേണ്ടതാണ്. ഈ 4 അവസരങ്ങളിലും ഒപ്പുവെക്കുന്ന ഏജൻറ്റുമാർക്ക് പുറമെ അവിടെ സന്നിഹിതരായിരിക്കുന്ന ഒപ്പുവെക്കാൻ വിസമ്മതിക്കുന്ന ഏജൻറ്റുമാരുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. ഏജൻറ്റുമാർ ഒപ്പുവെക്കുമ്പോൾ അവരുടെ പേരും കൂടി എഴുതുവാൻ വേണ്ടി പറയണം. 5 ഭാഗങ്ങളുള്ള പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിലും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. ആദ്യം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ പാർട്ട് ഫസ്റ്റ്. പോളിംഗിനിടയിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ ബാറ്ററി പാക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ സെക്കൻഡ് പാർട്ട് ഉപയോഗിക്കും. അവിടെയും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. പോൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് 3ാമത്തെ പാർട്ട്. മോക്ക് പോൾ സമയത്ത് ഏതെങ്കിലും മെഷീൻ മാറ്റേണ്ടി വന്നാൽ അവിടെ പാർട്ട് 4, അതിലും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. ആക്ച്വൽ പോളിനിടയിൽ ഏതെങ്കിലും മെഷീൻ മാറ്റിവെക്കേണ്ടി വരികയാണെങ്കിൽ അതാണ് പാർട്ട് 5. എല്ലാ പോളിംഗ് ഏജൻറ്റുമാർക്കും നൽകുന്നതും അതുപോലെ തന്നെ കളക്ഷൻ സെൻറ്ററുകളിൽ ഏൽപ്പിക്കേണ്ടതുമായ എല്ലാ 17C ഫോമിലും പോളിംഗ് ഏജൻറ്റുമാർ നിർബന്ധമായും ഒപ്പുവെച്ചിരിക്കണം. അവരുടെ പേരെഴുതിയിരിക്കും. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിലും പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ പേപ്പർ സീൽ, സ്പെഷ്യൽ ടാഗ്, അഡ്രസ് ടാഗുകൾ, അതുപോലെ VVPATൻ്റെ ഡ്രോപ്പ് ബോക്സ് സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്രസ് ടാഗ് എന്നിവയിലെല്ലാം പോളിംഗ് ഏജൻറ്റുമാർ ഒപ്പുവെക്കണം. മോക്ക് പോൾ സ്ലിപ്പുകൾ അടങ്ങുന്ന ബ്ലാക്ക് എൻവലപ്പിനെ പിങ്ക് പേപ്പർ സീൽ ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ അവിടെയും ഏജൻറ്റുമാരുടെ ഒപ്പുവെക്കേണ്ടതാണ്. പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPAT മെഷീനുകളും അവയുടെ ക്യാരിയിങ് കേസുകൾ വെച്ച് അഡ്രസ് ടാഗ് ഉപയോഗിച്ച് സീൽ ചെയ്യുമ്പോൾ അവിടെയും ആ അഡ്രസ് ടാഗുകളിലും പോളിംഗ് ഏജൻറ്റുമാരുടെ ഒപ്പ് വെക്കേണ്ടതാണ്. ഫോം നമ്പർ 10, അപ്പോയിൻമെൻറ്റ് ഓഫ് പോളിംഗ് ഏജൻറ്റ്. അവിടെ ഒരു ഡിക്ലറേഷനുണ്ട്. ആ ഡിക്ലറേഷനിൽ പോളിംഗ് ഏജൻറ്റ് പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെക്കേണ്ടതാണ്. ചലഞ്ച് വോട്ടുകളുടെ കാര്യത്തിൽ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോളിംഗ് ഏജൻറ്റിന് ₹2 തിരികെ കൊടുക്കുമ്പോൾ അത് കൗണ്ടർ ഫോയിൽ ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്.
ചലഞ്ച് വോട്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഫോം നമ്പർ 14ലും ചലഞ്ച് ചെയ്ത ഏജൻറ്റിൻ്റെ ഒപ്പ് പതിക്കേണ്ടതാണ്. പോളിംഗ് ഏജൻറ്റുമാർ മൂവ്മെൻറ്റ് രജിസ്റ്ററിലും ഒപ്പുവെക്കേണ്ടതാണ്. ഇപ്പറഞ്ഞ എല്ലാ ഒപ്പുകളും കൃത്യസമയത്ത് തന്നെ പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങിയിരിക്കണം. പോളിംഗ് ഏജൻറ്റുമാരും റിലീഫ് ഏജൻറ്റുമാരും ഉള്ളതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിംഗ് ദിവസം ഇത്തരം കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു.